ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലേക്ക് വേണ്ടിയുള്ള ബോണസ് പോയിന്റ് ഇപ്പോൾ ടീമായിട്ട് തരംതിരിച്ചാണല്ലോ നടത്തുന്നത്. അതിൻ്റെ ടീമിൻ്റെ ആ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ജാസ്മിൻ, അർജുൻ, പിന്നെ അഭിഷേക്, ഋഷി ഇവരുള്ള ടീം വിജയിച്ച് കഴിഞ്ഞു. ഇതൊരു ബോണസ് പോയിന്റ് മാത്രമാണ്. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ടീമിൻ്റെ അകത്തുള്ള 4 പേർ, അതായത് ഇവർക്കിടയിൽ മാത്രമായിരിക്കും ഇനി വരുന്ന ആളുകളിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങളെല്ലാം. അതിൽ ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞു. അതായത് 4 പേരെയും ഒരു ചെയറിലിരുത്തി ആക്ടിവിറ്റി റൂമിൽ ബിഗ് ബോസ് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 4 പേരിൽ ആരാണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് പോകാൻ വേണ്ടി അർഹൻ എന്ന ഒരു തീരുമാനം എടുക്കുക. ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഒരു ബോണസ് പോയിന്റ് കിട്ടും. നേരത്തെ ടീമായിട്ടായിരുന്നു ബോണസ് പോയിന്റ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഓരോ ഇൻഡിവിജ്വലായിട്ട് ബോണസ് പോയിന്റ് ആയിരിക്കും. ഇനി വരുന്ന നാളുകളിലെല്ലാം ഇവർക്കിടയിൽ മാത്രമായിരിക്കും മത്സരങ്ങൾ കൂടുതലും നടക്കാറുള്ളത്. അതിൽ ഒരുപാട് നേരം തർക്കിച്ചു, വേറെ വഴിയില്ല. ജാസ്മിൻ അവസാനം പറഞ്ഞു, വോട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ 4 പേർക്കിടയിൽ ഈ 4 പേര് തന്നെ പരസ്പരം വോട്ട് എടുക്കുക. അതിൽ ജാസ്മിന് നന്നായിട്ട് മനസ്സിലായി, ആ 4 പേരിൽ 2 പേര് ജാസ്മിന്റെ ശത്രുക്കളാണ്, അതായത് ഋഷിയും പിന്നെ അഭിഷേകും. അപ്പോൾ എന്തായാലും വോട്ട് അർജുൻ്റെ മാത്രമേ കിട്ടൂ. അത് നേരത്തെ മനസ്സിലാക്കിയ ജാസ്മിന് നൈസായിട്ട് സ്റ്റെപ്പ് ബാക്ക് അടിച്ചു. പിന്നെ ഉള്ളത് അർജുനാണ്. അർജുനും അങ്ങനെ വോട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഋഷിയെ സപ്പോർട്ട് ചെയ്തത് 1 അർജുനും 2 അഭിഷേകുമായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഋഷിയാണ് ഈ ഒരു ബോണസ് പോയിന്റിൽ വിജയിച്ചിരിക്കുന്നത്.